നമസ്കാരം, എല്ലാവർക്കും കേരള കരിയേഴ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC ഗസ്റ്റഡ് ഡേറ്റ് 17/6/2025 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് ഫോർമാൻ 4 വിളിച്ചിരിക്കുന്നത് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനു വേണ്ടി കേരള കരിയേഴ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ ചെയ്യുക. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്ന നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 98/2025. വിളിച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് ഫോർമാൻ. സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത് 39,300 രൂപ മുതൽ 83,000 രൂപ വരെയാണ് സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് ഒരു വേക്കൻസിയാണ്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡായാണ്. അതിൽ ഡയറക്റ്റ് ജനറൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 41 വയസ്സ് വരെ ഉള്ളവർക്ക്, അതായത് 2/1/1984 1/1/2007 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതോടൊപ്പം SC അല്ലെങ്കിൽ ST ആൻഡ് അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് വരുന്ന കാൻഡിഡേറ്റ്സിന് കേരള PSCയുടെ യൂഷ്വൽ ഏജ് റിലാക്സേഷനും ഉണ്ടാവുന്നതാണ്. ക്വാളിഫിക്കേഷനിൽ ആദ്യത്തെ ക്വാളിഫിക്കേഷനായി കൊടുത്തിരിക്കുന്നത് നിങ്ങൾ SSLCയോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ക്വാളിഫിക്കേഷനോ പാസ്സായിരിക്കേണ്ടതാണ്. രണ്ടാമത് ക്വാളിഫിക്കേഷനായി കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കേണ്ടതാണ്. അതോടൊപ്പം ഈ തസ്തികയിൽ പറഞ്ഞിരിക്കുന്നത് ഏത് കാൻഡിഡേറ്റ്സിനാണോ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ സൂപ്പർവൈസറി കപ്പാസിറ്റി ഇൻ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് എസ്പെഷ്യലി ഇൻ മറീൻ ഡീസൽ എഞ്ചിനിൽ ഈ പറയുന്ന 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത് ആ കാൻഡിഡേറ്റ്സിന് പ്രിഫറൻസ് അല്ലെങ്കിൽ മുൻഗണന ഉണ്ടാവുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ തസ്തികയ്ക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രാക്ടിക്കൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അതും നിങ്ങളുടെ പ്രൊഫഷൻസി എത്രയെന്ന് അറിയാൻ വേണ്ടിയുള്ള പ്രാക്ടിക്കൽ ടെസ്റ്റ് ഈ തസ്തികയ്ക്ക് ഉണ്ടാവുന്നതായിരിക്കും. അത് നടത്തുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 16/7/2025. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി ഈ കേരള കരിയേഴ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ ചെയ്യുക. ഇതുവരെയും കേരള കരിയേഴ്സ് എന്ന ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.